എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ മുരിങ്ങയില കൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ ഗർഭിണി ആയിട്ടിരിക്കുന്നവർക്കും കൊച്ചു കുട്ടികൾക്കും ഒക്കെ നല്ല നമ്മുടെ വലിയവർക്കും എല്ലാവർക്കും ഗുണമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ മുരിങ്ങയില കേട്ടോ. നമ്മുടെ ഇലവർഗ്ഗത്തിൽ പെട്ട സാധനങ്ങളിൽ നമ്മൾ ഈ മുരിങ്ങയില എന്ന് പറഞ്ഞാൽ നല്ല ഗുണമാണ്. നമ്മൾ ഡെയിലി കഴിക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ഡെയിലി കഴിക്കാൻ എല്ലാവർക്കും മടുപ്പായിരിക്കും, എങ്കിലും ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗുണം തന്നെയാണ് കേട്ടോ. നല്ല മുടിയൊക്കെ വളരാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പം ഞാനിത് നമുക്ക് മുടി കൊഴിച്ചിലിനൊക്കെ നല്ലതാണ്, അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ മുരിങ്ങയില പറിക്കാൻ ഇറങ്ങിയിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മുരിങ്ങ കമ്പെന്ന് പറയുന്നത് ഒത്തിരി അങ്ങ് വലുത്, ഇതിനകത്ത് കായ അധികം പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ മുരിങ്ങ ഇല അതുകൊണ്ട് മുഴുവൻ വെട്ടാതെ, കാ കൊണ്ട് തന്നെ നമ്മൾ മുഴുവൻ വെട്ടാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഇല വേണമല്ലോ നമുക്ക്, അതിന് വേണ്ടിയിട്ട് അങ്ങ് നിർത്തിയതാണ്. അപ്പോൾ നല്ല കിളുന്നിലയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇത് വെട്ടാറൊന്നുമില്ല, വെട്ടണ്ടെന്ന് അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ മുരിങ്ങയിലയൊക്കെ പറിച്ചെടുത്തോണ്ട് വന്നു കേട്ടോ. ഇത് നമ്മൾ മുട്ടയിട്ട് ചിക്കാന്നാണ് വിചാരിക്കുന്നത്, മുട്ടയും തേങ്ങയൊക്കെ ഇട്ട് ചിക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇനി നമുക്കിതൊന്ന് കഴുകി എടുക്കണം. അപ്പോൾ മുരിങ്ങയില ഒന്ന് കഴുകി നമുക്ക് വൃത്തിയാക്കി എടുക്കാവേ. ഈ നമ്മുടെ മുരിങ്ങയിലയിലൊക്കെ ഈ ചിലന്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലും കാണും. അപ്പം നമ്മളതെല്ലാം ഒന്ന് നോക്കി വൃത്തിയാക്കി എടുക്കണം. നല്ല കിളുന്ന ഇലയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ കൂടുതൽ അഴുക്കൊന്നുമില്ല. ഞാൻ അതിൻ്റെ തണ്ടുമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഗുണം തന്നെയാണ്, അതുകൊണ്ട് എല്ലാം എടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ എടുക്കുന്നുണ്ട്, കുറച്ചൊക്കെ അങ്ങ് കളയുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒന്ന് എടുത്തിട്ട് വേണം ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാൻ. കൂടുതലും നമ്മുടെ ഈ ഇലവർഗ്ഗപ്പെട്ട സാധനങ്ങളിനകത്ത് ചിലന്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാൻ വഴിയുണ്ട്. പിന്നെ ഈ പുഴു കടിച്ചതൊക്കെ കാണും, അതൊക്കെ നമ്മളങ്ങ് പിച്ച് കളഞ്ഞിട്ട് ബാക്കി നമ്മളങ്ങ് എടുക്കുവാണേ. അപ്പോൾ ഇതങ്ങോട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുവാണേ. ഒത്തിരി അങ്ങ് മുരിങ്ങയില എടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ തേങ്ങയും മുട്ടയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ പാകത്തിന് കറി വയ്ക്കാനുള്ളതൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ചട്ടി വെച്ചു. ഇനി നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. ഫസ്റ്റ് നമ്മൾ എണ്ണ ഒഴിക്കുവാണേ. അപ്പോൾ ലേശം എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കറിച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. മീൻകറി ഉണ്ടാക്കുന്ന കറിച്ചട്ടിയിലാണ് ഞാൻ ഈ തോരൻ ഉണ്ടാക്കുന്നത്. എനിക്ക് ഈ ചട്ടിയിൽ എല്ലാം ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചട്ടിയിൽ വെച്ചുണ്ടാക്കുന്നത് കേട്ടോ. ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുകാണ് ഇടുന്നത് കേട്ടോ. കടുക് ഇട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുരിങ്ങയില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മുരിങ്ങയിലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഇലയൊന്നും വേകാനായിട്ട് അധികം താമസമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളൊന്ന് കുറച്ചൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് അതിനൊക്കെ ലേശം ഉപ്പ് അങ്ങോട്ട് ഇട്ട് എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കും, മുട്ട ചേർത്ത് കൊടുക്കും. ഫസ്റ്റ് നമ്മൾ ചേർക്കുന്നത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് ഇനി നമ്മൾ തേങ്ങയും അതും ഒന്ന് മാറ്റി വെച്ചിട്ട് സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് ബാക്കി ഇന്നലത്തെ നമ്മൾ മുട്ട കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയ മുട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ ആ കട്ട്ലേറ്റ് ഉണ്ടാക്കിയ മുട്ടയുടെ ബാക്കി ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുട്ടയും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർപ്പോൾ ഏകദേശം ഒരു ഒന്നര മുട്ടയോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ചേർത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ നമ്മൾ ഈ മുട്ട ചേർത്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇളക്കല്, കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ മുട്ടയെല്ലാം ഇങ്ങനെ ചെറിയതായി പോകും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം.
അപ്പോൾ നമ്മുടെ മുരിങ്ങയില ചിക്കി കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ വേറെ എന്തെങ്കിലും കറി വയ്ക്കാൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ അടുക്കളപ്പുറത്ത് തന്നെ ഇറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് ഒരു വെള്ളരിക്ക നമ്മുടെ കിളിച്ച് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതാണെങ്കിൽ ഒത്തിരി അങ്ങ് പഴുത്തിട്ടില്ല. അതുപോലെ തന്നെ ഷേപ്പ് കണ്ടോ ചെറുതായി. ഇനി ഇത് വലുപ്പമൊന്നും വെക്കത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് മീനുണ്ടായിരുന്നു, നമുക്ക് മത്തിയായിരുന്നു കേട്ടോ. അപ്പം മത്തി കുറച്ച് വെട്ടിയെടുക്കുന്നുണ്ട് മീൻകറി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം മീൻകറിയുടെ റെസിപ്പിയൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ വെറുതെ കാണിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പം മീനൊക്കെ ഇവിടെ വെട്ടിയെടുത്ത് മീനും ഒരു കറിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കൊച്ചുമത്തിയായിരുന്നു കേട്ടോ. കൊച്ചുമത്തി കൂടുതലും പറ്റിക്കാനും വറുക്കാനും ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാനിവിടെ തേങ്ങ അരച്ചൊരു കറിയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പം മത്തിക്കറിയും പിന്നെ നമ്മുടെ മുരിങ്ങയില തോരനും. അപ്പോൾ കുറച്ച് മീനുണ്ടായിരുന്നു, മറ്റേ ചൂരയുടെ ബാക്കി കുറച്ച് നമുക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ടേ. അപ്പോൾ അത് ഫ്രൈ ചെയ്തതുമായിരുന്നു ഇന്നത്തെ നമ്മുടെ ലഞ്ച് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ച മത്തിയിൽ കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 5 or 6 മത്തി കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് റെഡി ആയി കേട്ടോ. അപ്പോൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ദേവക്കുട്ടി അംഗനവാടിയിൽ നിന്നൊക്കെ വന്നു. അപ്പോൾ അവൾക്ക് ഈ മഞ്ഞപ്പൂ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അവളുടെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചു അതങ്ങ് സാധിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ. ഈ വീഡിയോയുടെ കൂടെ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയും കൂടെ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ടാറ്റാ. you.